ഹേ ഗൈസ്, ഇന്നെന്താ പരിപാടി അറിയോ? ഒരു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ മുടി വെട്ടാൻ പോയിട്ടാ. അറിയാലോ, ഡെഡിക്കേഷൻ ഉള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ അത് വിട്ട് ഞാനത് മൈൻഡ് ആക്കിയില്ല. പിന്നെ ബായി വന്ന് വിളിച്ച് മുടി വെട്ടാൻ ചാടി കയറിയിരുന്നത്. ബായിനോട് ഞാൻ പറഞ്ഞ് ഇന്ന കട്ടാണ് വെട്ടാൻ. രണ്ടാഴ്ച കൂടുമ്പോൾ മുടി വെട്ടിയിൽ ഒരു സമാധാനം ഇല്ലേ? എന്തായാലും ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മുടി വെട്ടാന്ന് വിചാരിച്ചു. മുടി വെട്ടി കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങൾ ഒപ്പിക്കാൻ പോയതാണ്. പോകുന്ന വഴിക്ക് കമ്പനിക്കാരെ വീട്ടിൽ പോയി, കാരണം മാല കിട്ടിയില്ലായിരുന്നു. അങ്ങനെ മാലയും സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ടോ. ഞങ്ങളുടെ സ്പോട്ടിലേക്കാണ് ഇനി ഇപ്പോൾ അടുത്ത് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് കുറച്ച് തീരുമാനിക്കണം. കാരണം ഇവിടെ നിന്നൊക്കെയാണ് എങ്ങനെയാണ് ലൊക്കേഷനും കാര്യങ്ങളും. ഇവിടെ കിടന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ വ്ലോഗും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഇവിടെ സ്ഥലം എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്, വേറെ എവിടെയല്ല, ബേപ്പൂർ ബോട്ടിലാണ്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഷൂട്ടിംഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം എങ്ങനെയുണ്ട് അഭിപ്രായം പറയും? വീഡിയോ എങ്ങനെയുണ്ട് പറയും? വീഡിയോ അതിന്റെ ആക്ടിങ് കുറച്ച് പിറകോട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണോ, വലിയ ആളാവണോ. അരപ്പത് ഞങ്ങളെ ഷൂട്ടിംഗ് നോക്കി നിൽക്കുകയാണ് ചെക്കൻ. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ കോസ്റ്റ്യൂം പരിചയപ്പെടുത്തി തരാം. ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. ചെക്കൻ വീഡിയോ എടുത്ത് കിടന്ന് മരിക്കുക. ക്യാമറ ഓണാക്കിയ ചെക്കൻ പുലിയാട്ടോ, ആറ്റിറ്റ്യൂഡ് ചെക്കൻ മരിക്കും. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വിട്ടിട്ടോ. ഓക്കെ, ബൈ.